പോവാണ് ഗൈസ്. ഇപ്പൊ നമ്മളിപ്പോ ആലപ്പുഴക്ക് എത്താറായിട്ടോ ഗൈസ്. നമ്മളിപ്പോ എറണാകുളമൊക്കെ കഴിഞ്ഞു. അപ്പൊ നേരെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ശരവണവഴിക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നേരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ആലപ്പുഴ വിളിച്ച് പിടിക്കട്ടെ ഗൈസ്. ഗൈസ് അപ്പൊ നമ്മൾ നേരെ ശരവണവഴിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ഇതാട്ടോ നമ്മളിപ്പോൾ വന്ന വണ്ടി ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു പോയി സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ഇനി ആലപ്പുഴയ്ക്ക് പോവുകയാണ്. ഇതാട്ടോ ഗൈസ് നമ്മൾ വന്ന വണ്ടി സെറ്റ്. അപ്പോൾ നേരെ നമുക്ക് ആലപ്പുഴയ്ക്ക് വെച്ച് പിടിക്കട്ടെ ഗൈസ്. അപ്പോൾ അവിടെ എത്തിക്കണം. നല്ല പെരുമഴ കേട്ടോ പുറത്ത് ചെയ്യണേ. സെറ്റ് മഴ ഗൈസ്. അപ്പോൾ നമ്മൾ കളമശ്ശേരി എത്തിട്ടോ ഗൈസ്. ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. ഫുൾ ബ്ലോക്കാണ്. അങ്ങനെ ഗൈസ് നമ്മൾ എറണാകുളത്ത് നിന്ന് സിറ്റി ഭാഗത്തുനിന്ന് ഒന്ന് വിട്ടു വന്നിട്ടുണ്ട്. അപ്പം അധികം തിരക്കില്ല ഗൈസ്. പോണ റോഡ് മൊത്തം മോശമായിട്ടോ ഗൈസ്. ഈ ആലപ്പുഴയ്ക്ക് പോണ റോഡ് മൊത്തം മോശമാണ് ഗൈസ്. എറണാകുളം ടു ആലപ്പുഴ റോഡ് മൊത്തം മോശമാണ് ഗൈസ്. ഇത് എത്ര കാലമായി ഗൈസ് പണി നടക്കണു. ഇതാണ് കേട്ടോ നമ്മുടെ റോഡിന്റെ ഒക്കെ അവസ്ഥ. റോഡ് മൊത്തം വെള്ളമാണ് ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ. റോഡ് മൊത്തം കേട് വന്ന് കിടക്കുന്ന റോഡുകളുടെ അവസ്ഥ ഇങ്ങനെ കേട്ടോ കേരളത്തിലത്തെ. ഇത് എന്ന് പണി കഴിയാനാ ഗൈസ്. മൊത്തം പണിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കുറേ നേരമായിട്ട് ഇതേപോലെ തന്നെ കേട്ടോ റോഡുള്ളത്. മൊത്തം വെള്ളം കെട്ടി നിൽക്കുകയാണ് കേട്ടോ റോഡിൽ മൊത്തം. ഇത് എന്ന് പണി കഴിയാനാണ് ഗൈസ്. മൊത്തം കുഴിയാണ്. ഫോണിൽ കാണുമ്പോൾ അധികം മനസ്സിലാവുണ്ടാവില്ല, പക്ഷെ നേരിട്ട് വരുമ്പോഴേ മനസ്സിലാവില്ല. ആരും ഈ റൂട്ട് പിടിക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ. ഭയങ്കര മോശം പിടിച്ച റോഡാണ്. മുട്ട മണി കിട്ടിയിട്ട് ഗൈസ്. അതിന് ബ്ലോക്ക് ആവട്ടെ നമ്മളൊരു വഴി കയറ്റി വിട്ടു ഗൈസ്. ഇപ്പോൾ ഇവിടെയും ബ്ലോക്കാണ് ഗൈസ്. ഇപ്പോൾ എല്ലാ വണ്ടി കൊണ്ടിട്ട് തിരിക്കണം. നമ്മുടെ വണ്ടി വിട്ടിട്ട് തിരിക്കണം. അതിന് മുന്നേ ഒരു ബസ് ഉണ്ട്. മൊത്തം ടാസ്ക്കായി ഗൈസ്. ഇപ്പോൾ ഇവിടുന്ന് വേറെ വഴി കയറി ഇനി പോകണം. ഇവിടുന്ന് തിരിക്കാനാണ് ഗൈസ് ഇനി പാട്. ബസ്സാണ് തിരിക്കാൻ പാട് ഗൈസ്. മൊത്തം ടാസ്ക് അതിൻ്റെ മൊത്തം സീനുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി ഇവിടെ തൽക്കാലം ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. അവിടെ ഇനി ബൈക്കുകൾ മാത്രമേ പോകാൻ സ്ഥലമുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ചവിട്ടി ഗൈസ്. ഇനി ബാക്കി നമുക്ക് കാണാം ഗൈസ് എന്താ ഉണ്ടാവുകയെന്ന്. എന്തായാലും ഈ ബസ്സൊക്കെ റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. എവിടെ വരെ പോകുന്നൊന്നും അറിയില്ല. നമ്മളെന്തായാലും ഈ സൈഡിൽ ഇട്ടാണെങ്കിൽ വെച്ചിട്ട് മുട്ട മണി തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ വണ്ടി ഇവിടെ നിന്ന് റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി അവിടെ കുറേ ദൂരം പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ വണ്ടി കൂടി കടന്ന് റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വേറെ റൂട്ട് പിടിക്കാം. കോഴിക്കോട് കേട്ടോ ഗൈസ് പോയിക്കൊണ്ടിരിക്കണം. അവിടെ മൊത്തം വൺ ബ്ലോക്ക് ആയിട്ട്. അപ്പോൾ ഏതൊരു ചെറിയ അപ്പുറത്തൊരു വണ്ടി വന്ന പോലെ ഗ്യാപ്പിൽ സൈഡാക്കാൻ. എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോണ വഴി എന്തായാലും അടിപൊളി കേട്ടോ. നല്ല റോഡാട്ടോ. റോഡ് അടിപൊളി റോഡാണ്, പക്ഷെ ചെറുതാണെന്നുള്ളൂ. അതിൽ നമ്മൾ തുറവൂർ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദൂരം ഉള്ളിക്കോടെ ഇങ്ങനെ കയറി വന്നിട്ടാട്ടോ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറിയത് ഗൈസ്. വരുന്ന വഴിക്ക് ഒരു KSRTC കേട്ടോ. സൂപ്പർ ഫാസ്റ്റാണ്. ഷിഫ്റ്റിൻ്റെ ഫ്രണ്ട് ഇടിച്ച് കയറി കിടക്കുന്നു ഗൈസ്. അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. ഇതാട്ടോ സീന് ഗൈസ്. പോണ വഴിക്കുള്ള കാഴ്ചകളെല്ലാം അടിപൊളി കാഴ്ചകളാണ് ഗൈസ്. എന്തായാലും കൊള്ളാം. മൊത്തം ഡാർക്ക് സീനാണ് ഗൈസ്. നമ്മൾ 1S സ്പോട്ട് ചെയ്തു ഗൈസ്. 1S പിന്നെ ഇങ്ങോട്ടുള്ള റോഡ് അത്യാവശ്യം നല്ല റോഡാട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നല്ല ആംബിയൻസ് ഉണ്ട്. നല്ല മഴക്കാരൊക്കെ കയറി നല്ല ആംബിയൻസ് ഉള്ള വെതറാട്ടോ ഇപ്പോൾ ഉള്ളത് ഗൈസ്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ഏകദേശം എത്തി ഗൈസ്. ഇത് നമുക്കിനി 6 കിലോമീറ്റർ കൊണ്ട് വരും കേട്ടോ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക്. നമ്മൾ പോകുന്നത് ഹൗസ് ബോട്ടിലാണ് ഗൈസ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഹൗസ് ബോട്ടിലാണ് കേട്ടോ പോകുന്നത്. സെറ്റ് ഗൈസ്. ഓൾമോസ്റ്റ് ആലപ്പുഴ എത്താറായി ഗൈസ്. സൈഡിൽ മൊത്തം അടിപൊളി സെറ്റപ്പ് കേട്ടോ. അടിപൊളി ഉണ്ട് ഈ ഒരു ഏരിയ. അടിപൊളി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ബോട്ടാണ് ഗൈസ് ഈ കാണുന്നത്. ഇതിലാട്ടോ നമ്മളൊരു ഫുൾ ഡേ ട്രാവൽ ചെയ്യാൻ പോകണം കേട്ടോ. സ്റ്റേ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക്
നമ്മളുടെ ബോട്ടിനുള്ളിലേക്ക് പോകട്ടോ യെസ് ഗൈസ്. അടിപൊളി സ്ഥലം കേട്ടോ. മഴയും ചാറുണ്ട് ഗൈസ് ചെറുതായിട്ട്. നമ്മുടെ വണ്ടി ഇവിടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബോട്ട്. ഒരു ഫുൾ ഡേ നമ്മൾ ഇതിലായിരിക്കും ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൽ കയറിയിട്ടോ. സെറ്റ് ബോട്ടാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഒരു ഹൗസ് ബോട്ടിലെ ഹോം ടൂറാണ് ഗൈസ് നിങ്ങൾ ഇനി കാണാൻ പോണത്. നമ്മളിപ്പോൾ അപ്പർ ഡെക്കറിൽ വന്നു ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഹോം ടൂർ നടത്താം ഗൈസ്. ഗൈസ് ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളുടെ ഡൈനിങ് ഏരിയയിലാട്ടോ. ഡൈനിങ് ഏരിയ അടിപൊളി നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് ഗൈസ്. ഇത്രയും വലുപ്പമുണ്ട് ഗൈസ്. വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കും കിട്ടി ഗൈസ്. ഇനി നിങ്ങൾ ഈ കാണാൻ പോണത് നമ്മളുടെ ബോട്ട് ടൂറാണ് ഗൈസ്. ഇനി കാണാൻ പോണത് നമ്മുടെ ഫസ്റ്റ് റൂമിലേക്ക് വരാം ഗൈസ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന റൂം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തുറക്കാം ഗൈസ്. ഇതാണ് കേട്ടോ എൻ്റെ റൂം. ഫുൾ സെറ്റപ്പാണ് ഗൈസ്. എൻ്റെ റൂമാണ് ഗൈസ് ഈ കാണുന്നത്. ഫുൾ സെറ്റപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് ടോയ്ലറ്റ് കൂടി കണ്ടു. ഓക്കെ ഗൈസ് ഇതാട്ടോ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു ഷവർ ഏരിയ, ഇത് ഷവർ ഏരിയ, ഇത് കൊമ്മോഡ്, പിന്നെ നമ്മുടെ വാഷ് ബേസിൻ ഒക്കെ ഉണ്ട്. ഇവിടെ മിററുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഗൈസ് ഫുൾ വ്യൂ ആണ്. ഇപ്പോൾ അപ്പുറത്ത് ബോട്ട് നിൽക്കണോണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കായൽ ഫുൾ വ്യൂ ആയിരിക്കും. തൽക്കാലം നിൽക്കട്ടെ. ഇനി അടുത്ത റൂമിലേക്ക് പോയി. രണ്ടാമത്തെ റൂമാണ് ഗൈസ്. നമുക്ക് രണ്ടാമത്തെ റൂമിലേക്ക് കാണാം. ഓക്കെ ഗൈസ് ഈ കാണാൻ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ റൂം. ഫുൾ അടിപൊളി കേട്ടോ. സെയിം നമ്മുടെ ആ നേരത്തെ കണ്ട സെയിം ബാത്റൂം ഉണ്ടോ ഗൈസ്. സെയിം ടോയ്ലറ്റ് ആണ്. ഇവിടെ AC ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത റൂമിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മൂന്നാമത്തെ റൂം. ഇത് അപ്പർ ഡെക്കറിലാണ് കേട്ടോ വരുന്നത്. ഇതാണ് മൂന്നാമത്തെ റൂം വരുന്നത്. ഇവിടുത്തെ ബാത്റൂം മനസ്സിലായി. ഇങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഇവിടെ മിറർ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോയി ഗൈസ്. ഇവിടെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ അവസാനത്തെ റൂമായ നാലാമത്തെ റൂം കൂടി ഇവിടുത്താണ്. ഈ കാണാണ് ഗൈസ് നമ്മുടെ നാലാമത്തെ റൂം. ഇവിടുന്ന് നമുക്ക് നല്ല വ്യൂ കിട്ടും. അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടുന്ന് എടുക്കാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് പോയിട്ട് നമ്മൾ ഓടിക്കുന്ന ആളെ പരിചയപ്പെടാം ഗൈസ്. നമ്മൾ റൂമിൻ്റെ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. നമുക്കിനി കുറച്ചുകൂടെ മുകളിൽ പോയി. അടിപൊളി വൈബാട്ടാ. ഇതാട്ടോ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ഡ്രൈവർ. ഏട്ടാ പരിചയപ്പെടും. പേര് പറയും ജെയിംസ്. അപ്പോൾ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ഏട്ടൻ്റെ പേര് ജെയിംസ് എന്നാട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോവാണ് ഗൈസ്. ഗൈസ് നമ്മളുടെ ബോട്ടിൻ്റെ ബാക്ക് സൈഡ് ആട്ടോ ഈ കാണുന്നത്. നല്ല വ്യൂ ആണ് ഗൈസ്. നമ്മുടെ ഉച്ചയ്ക്കൊക്കെ ഉള്ള ലഞ്ചാണ് ഗൈസ് കാണുന്നത്. അച്ചാറുണ്ട്, ഉപ്പ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതെന്തോ ഒരു ഉപ്പേരി, മറ്റേ ക്യാബേജ് തോരൻ, സാലഡ്, മോര് കറി, സാമ്പാർ, ചിക്കൻ കറി, പപ്പടം, ചോറ്. ഇനി ഗൈസ് നമ്മുടെ സ്പെഷ്യലായിട്ട് കരിമീൻ കൂടി വരാണ്ട് ഗൈസ്. അതുകൊണ്ട് മൊത്തം മനസ്സിലായി ഗൈസ്. സബ്ലും ഗൈസ്. ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള കരിമീനും വന്നു ഗൈസ്. ഇനി നമുക്ക് നേരെ ഫുഡ് അടിക്കാൻ പോകാം ഗൈസ്. ഗൈസ് നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഫുൾ സാധനം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് മീൻ കാണുമ്പോൾ തന്നെ എനിക്ക് മീനിലേക്ക് ഒരു പൊടി പോകും ഗൈസ്. ഫസ്റ്റ് തന്നെ ആ മീനിന്നൊരു പീസാണ് എടുത്തിട്ട് കഴിച്ചോട്ടെ ഗൈസ്. കഴിവിന് അടിപൊളിയായിട്ട് ഗൈസ്. ഇനി ബാക്കി കഴിച്ചിട്ട് കാണിച്ചു ഗൈസ്. നമ്മളിപ്പോ സ്പീഡ് ബോട്ടിൽ പോകാൻ പാട്ടോ.
പ്രാവശ്യം നിങ്ങളെ വിളിച്ച് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട്. ഓ കടന്നേ ഓ ചാടി ചാടി കൂടി മൊത്തത്തിൽ കുടിക്കാനുള്ള വഴിയൊക്കെ കാണുന്നുണ്ട്. ഇതാട്ടാ കൈ നമ്മള് വന്ന ബോട്ട് അടിപൊളി. എന്റെ റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ പപ്പയും ലച്ചൊക്കെ കൂടി പോവാട്ടോ. അടുത്ത റൗണ്ട് ആൾക്കാർ പോവാണ്. അടിപൊളി ഗൈസ്. ഇത് അവര് പോവാണ്. നമുക്ക് ഫ്രണ്ട് സൈഡ് പോവാ. അടിപൊളി. ബാക്കിക്ക് പോയി ഗൈസ്. ഓ കറക്കി 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 ഗൈസ്. കറക്കി കറക്കി അവിടെ ഇട്ട് കറക്കിണ്ട്. വരുന്നുണ്ട് ഗൈസ്. ഇത്തിരി കൂടി അങ്ങോട്ട് നിന്നിട്ട് എടുക്കാം ഗൈസ്. ഒന്നര കിട്ടുള്ളൂ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളുടെ ഹൗസ് ബോട്ടിലത്തെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ആവും ഗൈസ്. ഇനി നമ്മൾ നേരെ കുറച്ച് അമ്പലങ്ങളിലും ഒന്ന് പോയിട്ട് പോകുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഒരു ചെറിയൊരു ചാറ്റൽ മഴയോടുകൂടി ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം 6:10. അപ്പോൾ ഗൈസ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഇതാണ് ഗൈസ് രാവിലത്തെ ഒരു വൈബ്. മോർണിംഗ് വൈബ് അടിപൊളിയുണ്ട് എന്തായാലും ഗൈസ്. അപ്പോൾ നമുക്ക് ടീ ടൈം ആയിട്ടുണ്ട്. മോർണിംഗ് ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബ്ലാക്ക് ടീ. പുറത്തേക്ക് നോക്കുമ്പോൾ ഫുൾ ബോട്ടുകളൊക്കെ എടുത്തു തുടങ്ങി. നമ്മുടെ ബോട്ട് 7 മണിക്ക് എടുക്കും ഗൈസ്. അപ്പോൾ സമയം 6 ഗൈസ്. 6:45 15 മിനിറ്റ് എടുക്കും ഗൈസ്. നമുക്ക് ചായ കുടിച്ച് റീഫ്രഷ് ആയിട്ട് ഇരിക്കുക ഗൈസ്. അങ്ങനെ ഗൈസ് ഫൈനലി നമുക്ക് മഴയും കിട്ടി ഗൈസ്. ഇപ്പോൾ വൈബായി ഗൈസ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ് ഗൈസ് വരുന്നത്. സെറ്റ് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ റെഡിയായി എത്തി ഗൈസ്. ഫുൾ റെഡിയായി. അപ്പോൾ നമ്മളിനി നേരെ നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് എടുത്തു ഗൈസ്. നമ്മൾ ബോട്ട് എടുത്തിട്ട് നമ്മളെ ഒന്ന് കറക്കാൻ വേണ്ടി കൊണ്ടുപോകും ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ കറക്കലാണ് ഗൈസ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അമ്പലപ്പുഴ പോവും. നിങ്ങൾ മുന്നത്തെ ആലപ്പുഴ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹൗസ് ബോട്ടൊക്കെ അടിപൊളിയല്ലേ ഗൈസ്? ഓക്കെ. അപ്പോൾ ഗൈസ് നേരെ നമുക്കിപ്പോൾ വ്യൂ കാണാം ഗൈസ്. കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ട്, ചട്നി, സാമ്പാർ, ജാം, ബട്ടർ, ബ്രെഡും ഉണ്ട് ഗൈസ്. ഇവിടെ കേട്ടോ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണെന്നാണ് കേട്ടോ ഗൈസ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗൈസ് നമ്മളുടെ ആ ഒരു വള്ളംകളി നടക്കുന്നത് കേട്ടോ ഗൈസ്. എത്ര ഹൗസ് ബോട്ടാണ് ഉണ്ടോ ദൂരെ കിടക്കണം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ടായി ഗൈസ്. നമ്മളിപ്പോൾ ഇനി വണ്ടി എടുത്തിട്ട് നേരെ അമ്പലപ്പുഴയ്ക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നേരെ പോവാ ഗൈസ്. ബ്ലൂം ഗൈസ്. നമ്മളിനി വണ്ടി എടുത്തിട്ട് നേരെ പോവാ ഗൈസ്. ഗൈസ് നമ്മളിവിടെ ഇറക്കിയിട്ട് നമ്മുടെ ബോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളിനി നമ്മുടെ വണ്ടിയിൽ നേരെ പോവാ ഗൈസ്. മൊത്തത്തിൽ കുടുങ്ങി ഗൈസ്. അപ്പുറത്ത് ബസ് വന്ന് ഇവിടെ മൊത്തം ബ്ലോക്കായി. അപ്പുറത്തൊരു പോസ്റ്റ് ഗൈസ്. നമ്മൾ അറ്റത്താ നിൽക്കണുണ്ടോ ഗൈസ്? അറ്റത്താ ഫുൾ ബ്ലോക്കായി. ഫുൾ ബ്ലോക്കായി. തട്ടിയില്ല പറഞ്ഞിട്ടോ ഗൈസ്. നമ്മളിപ്പോൾ മണ്ണാർശാലെത്തി ഗൈസ്. ഇവിടെ ഇപ്പോൾ നമ്മൾ തൊഴാൻ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മണ്ണാർശാലെത്തിയിട്ടുണ്ട്. തൊഴുതിട്ട് വരാം ഗൈസ്. തൊഴുതിട്ട് വന്നിട്ട് കാണാം ബ്ലൂ ഗൈസ്. അപ്പോൾ നമ്മൾ തൊഴുതിട്ട് വന്നു. നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. വണ്ടി കുറച്ച് അപ്പുറത്ത് കൊണ്ടിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. KSRTC ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ
വേറെ അമ്പലമാട്ടോ ഇനി പോകാൻ പോണത്. അങ്ങനെ ഗൈസ് നമ്മൾ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിലും പോയി തൊഴുതു വന്നു ഗൈസ്. അപ്പോൾ ഇനി നേരെ നമ്മൾ അമ്പലപ്പുഴയ്ക്കാണ് ഗൈസ് പോണത്. അമ്പലപ്പുഴയിലെ പാൽപ്പായസം വാങ്ങിക്കണ്ടേ ഗൈസ്. അപ്പോൾ നേരെ അമ്പലപ്പുഴയ്ക്ക് പോകാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ പായസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. പായസം നമ്മുടെ അമ്പലപ്പുഴയിൽ സ്പെഷ്യൽ നമ്മുടെ പായസമാണല്ലോ, പാൽപ്പായസം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ സമയം 1 മണിയായി ഗൈസ് ഏകദേശം. ഇപ്പോഴും തന്നിട്ടില്ല ഗൈസ്. ഫുൾ ക്യൂ ആണ് ഗൈസ്. മൊത്തത്തിൽ വലിയൊരു ക്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. എപ്പോൾ കിട്ടുമെന്നറിയില്ല, കിട്ടിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമുക്ക് അമ്പലപ്പുഴത്തെ പാൽപ്പായസം കിട്ടി ഗൈസ്. കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഗൈസ് ഇത് കിട്ടിയത്. ഗൈസ് നമ്മളുടെ ബൈപ്പാസിൻ്റെ തൊട്ട് താഴെ നമ്മൾ ബീച്ചാട്ടോ ഗൈസ്. അപ്പുറത്ത് കാണുന്നത് അടിപൊളി റോഡാണ് ഗൈസ് ബൈപ്പാസ്. നമ്മൾ ബീച്ചിലേക്ക് പോകണ്ട ഗൈസ്. അപ്പോട്ടായിട്ടാണ് ഗൈസ് ബീച്ച് അടിപൊളി. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി എത്തി ഗൈസ്. ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തിയിട്ടാ. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ഗൈസ്, നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇവിടെ ഇറങ്ങാൻ നിൽക്കണില്ല ഗൈസ്. അപ്പോൾ നമ്മളിനി നേരെ ആലപ്പുഴ ബീച്ചായിട്ട് എന്താ പരിപാടി എനിക്ക് അറിയില്ല ഗൈസ്. എന്തായാലും എല്ലാം സഡൻ പ്ലാൻസാണ്. ഇപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ചില്ലാവുകയാണ് ഗൈസ്. എല്ലാവരും ഇവിടെ മൊത്തം വൈബിങ്ങാണ്. എന്തായാലും ഇറങ്ങാൻ പറ്റില്ല, വൈബിങ്ങാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ബ്ലൂം ഗൈസ് അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി എവിടേക്ക് പോകണമെന്ന് അറിയില്ല ഗൈസ്. ഒക്കെ സഡൻ പ്ലാൻസാണ്. അപ്പോൾ പറയാം ഗൈസ്. ഓക്കെ ബ്ലൂം ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറ്റിയിരിക്കുകയാണ് ഗൈസ്. വണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറ്റി ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് ഗൈസ്. മൊത്തത്തിൽ സീനായി ഗൈസ്. ഇപ്പോൾ നയാരയുടെ ഒരു പമ്പിൽ കയറ്റിയിട്ട് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി പെട്രോൾ അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കേട്ടോ. ബ്ലൂം ഗൈസ്. ഈ വീഡിയോ ഇഷ്ടം വിചാരിക്കണോ? വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബ്ലൂം.